നമ്മുടെ പ്ലാനുകൾക്കുമപ്പുറം ചിലതൊക്കെ പ്രകൃതി തന്നെ സംഭവിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഒരു ദിവസമായിരുന്നു ഇന്ന്. കുറച്ചു നാളുകളായി കൂർഗ് പോവാൻ പ്ലാനുണ്ട്. ഡ്രസ്സും മറ്റ് സാധനങ്ങളുമൊക്കെ പാക്ക് ചെയ്ത് റെഡിയായിട്ടിറങ്ങി. എറണാകുളത്ത് നിന്ന് മടിക്കേരിയിലേക്ക് ഏതാണ്ട് 450 കിലോമീറ്ററോളം ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണ തയ്യാറെടുപ്പോടെയായിരുന്നു ഇറങ്ങിയത്. അതിരാവിലെ തന്നെ പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ ആലുവയിൽ എത്തിയപ്പോ ചായയും ഒരു കേക്കും കഴിച്ചു. വീണ്ടും യാത്ര തുടർന്നു. പാലിയക്കര ടോളും കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്ന വഴിക്ക് ഗൂഗിൾ വെച്ച് കൊണ്ടെത്തിച്ചതായിരുന്നു ഈ വഴിയിൽ. അതിസുന്ദരമായ പാത, രണ്ടു വശത്തും നിറയെ പാടമാണ്. പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നു. പുലർച്ചെയായതുകൊണ്ട് ചെറിയ മഞ്ഞുമുണ്ട്. യാത്ര വീണ്ടും മുന്നിലേക്ക് തന്നെ തുടർന്നു. വണ്ടി NH66 കയറി. അത്രമേൽ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന പാത. NH66 കേരളത്തിലെ ഭാഗം പൂർണ്ണമായിട്ടില്ലെങ്കിലും പൂർണ്ണമായ ഭാഗങ്ങളൊക്കെ അത്രമേൽ മികവോടുകൂടിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. വണ്ടി അവിടെയൊക്കെ പറക്കുകയായിരുന്നു. ഇതിനിടയിൽ മിസ്രുവാകട്ടെ ഗാനമേളയും ആരംഭിച്ചു. കണ്ണൂർ ഭാഗത്തേക്ക് കയറിയപ്പോഴാണ് ഓർത്തത് അവിടെ പഴയൊരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തെ കണ്ടേക്കാം. മിശ്രുവുമായി നേരെ ഡൗൺ ടൗൺ മാളിലേക്ക് തിരിച്ചു. എറണാകുളത്തെ വലിയ മാളുകൾ കണ്ടു ശീലിച്ച നമുക്ക് ഡൗൺ ടൗൺ മാൾ ചെറിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ മാത്രമേ തോന്നിയുള്ളൂ. മുകൾ നിലയിൽ അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെയും കണ്ട് അദ്ദേഹത്തിനൊരു ജ്യൂസും വാങ്ങിക്കൊടുത്ത് കുറച്ചുനേരം സംസാരിച്ചിരുന്നു. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോ ഞങ്ങൾ അവിടുത്തെ പൊതീനയിൽ നിന്ന് 2 ബിരിയാണി വാങ്ങി. നല്ല തലശ്ശേരി ദം ബിരിയാണി. അത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ദാഹിക്കുന്നു എന്ന് മിസ്രു പറഞ്ഞത്. അല്പം മധുരമായേക്കാം. ഞാനൊരു മാംഗോ ജ്യൂസും അവളൊരു കണ്ണൂർ കോക്ടെയിലും കുടിച്ചു. കുടിച്ചു തീർന്ന് ഇറങ്ങാൻ തുടങ്ങിയതും ആ ഒരു ഫോൺ വിളി വന്നു. മിസ്രുവിന്റെ ഗ്രാൻഡ്മ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. നമ്മുടെ പ്ലാനുകൾ പോലല്ല പ്രകൃതി തീരുമാനിക്കുന്നത് എന്ന കാര്യം വ്യക്തമായി. യാത്ര മറ്റൊരിക്കലേക്ക് മാറ്റിവെച്ച് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂടൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.